പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ എഴുതാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ലൊരു വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന നല്ലൊരു ജോലിയുടെ ഒഴിവ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ടൈപ്പിംഗ് തന്നെയാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോറീസോ അതല്ലെങ്കിൽ ഒരു ബുക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ചിട്ടുള്ള പൈസയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ആ ഒരു പേര് നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സ്റ്റാറി റൈറ്റിംഗ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റും മറ്റുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് തൊട്ടടിയിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ കഥകളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഒരു ദിവസം തന്നെ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് റിസീവ് ആവുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ടു ബി എ ഡ്രീം റൈറ്റർ എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ വേണം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. 2 തരത്തിലുള്ള ടാബുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഒന്ന് ഹോബി റൈറ്റിംഗ് ഉണ്ട്. അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും കഥകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. അതിപ്പോൾ എന്ത് സ്റ്റോറീസ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ തന്നെ സ്വന്തം സ്റ്റോറി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുന്നതായിരിക്കണം. വേറെ മറ്റുള്ള സ്ഥലത്തു നിന്നൊന്നും കോപ്പി ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹോബി റൈറ്റിങ്ങിൻ്റെ ഭാഗത്ത് ഗോ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്ത് രണ്ടാമത്തേന്ന് പറയുന്നത് പ്രൊഫഷണൽ റൈറ്റിംഗ് ആണ്. അതായത് ഓൾറെഡി നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റോറീസ് എവിടെയെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം യൂസ് ചെയ്യാം. അവിടെ ജസ്റ്റ് ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യത്തെ ഹോബി റൈറ്റിംഗ് എന്നുള്ള ഭാഗം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇവിടെ 3 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ കവർ ഫോട്ടോ കൊടുക്കണം, അതുപോലെ തന്നെ ബുക്കിൻ്റെ പേര് കൊടുക്കണം. അങ്ങനെയൊക്കെ വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്റ്റോറി ആണെങ്കിൽ കൂടി ചിലപ്പോൾ ഒരു 2 പാരഗ്രാഫുള്ള സ്റ്റോറി ആണെങ്കിലും ഇവരിതുപോലെ ബുക്കായിട്ടായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ടൈറ്റിലും അതുപോലെ തന്നെ ബുക്കിൻ്റെ കവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാൻവ എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളൊരു കഥ എഴുതുമ്പോൾ അതിന് ഒരു ടൈറ്റിലും അതുപോലെ തന്നെ അതിന് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ബുക്ക് കവറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ സ്റ്റോറിക്കും നമുക്ക് പൈസ കിട്ടത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറി ഇവർക്ക് ഇഷ്ടപ്പെട്ട് ഇവരിതിൻ്റെ അകത്ത് അപ്രൂവ് ആവുകയാണെങ്കിൽ നമുക്കിതുപോലെ എമൗണ്ട് കിട്ടും. സോ ആ ഒരു ഗോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻ ത്രൂ വേണം നമ്മൾ കഥകളൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോവുക. ഇവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സാധാരണ പോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് റൈറ്റ് ചെയ്യുക. അതായത് കഥ എഴുതാനുള്ളൊരു സ്പേസ് കാണും. അവിടെ ജസ്റ്റ് കഥ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ പറയും, അത് കൊടുക്കുക. ബുക്കിൻ്റെ കവർ ഇമേജ് കൊടുക്കാൻ പറയും, അതും കൂടെ അപ്ലോഡ് ചെയ്യുക. എന്ത് തരത്തിൽപ്പെട്ട കഥയാണോ അതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യാനായിട്ട് പറയും, അതും കൂടെ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നിങ്ങളുടെ പേയ്പാലിൻ്റെ മെയിൽ ഐ ഡിയും കൂടെ കൊടുക്കണം. അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. വൺസ് ഇവർ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് അത് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പൈസ എത്രയാണോ അത് നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേയ്പാലിൻ്റെ ഐ ഡിയിലോട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ത്രൂ വേണം നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.